ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കട്ടൻ ചായയും ടോസ്റ്റൊക്കെയാണ് കഴിക്കുന്നത്. മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്, ഇന്ന് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി. ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പപ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ പപ്സിൻ്റെ ഷീറ്റ് കിട്ടും. അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാറുള്ളത്. ഓവനിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഉള്ളത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതാണ് എളുപ്പം. അപ്പോൾ അതാ പപ്സിൻ്റെ ഷീറ്റൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ചിക്കൻ്റെ മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റിലേക്ക് വെക്കേണ്ടത്. ഞാനിപ്പോൾ നല്ല ചൂട്ടോടെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് മെൽട്ടാവും. ഇതിൽ നമുക്ക് ഫില്ലിങ് ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ബീഫിൻ്റെ വെക്കാം, അതുപോലെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കന്, പിന്നെ എഗ്ഗ് പുഴുങ്ങിയിട്ട് നമ്മൾ പപ്സ് കഴിക്കില്ല, അതുപോലെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാണ്. പപ്സിൻ്റെ ഷീറ്റ് ഇതുപോലെ മേടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്താൽ മതി. ഉണ്ടാക്കണതിൻ്റെ തലേ ദിവസം ഒന്ന് എടുത്തിട്ട് താഴെ തട്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൾട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പപ്സ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതാണ് ഞാൻ സാൻഡ്വിച്ച് മേക്കർ എന്ന് പറഞ്ഞത്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇതാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. പപ്സിൻ്റെ ഷേപ്പ് മാറുന്നുള്ളൂ, ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാവും കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ പപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്ടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ചായകുടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലിപ്പേഴ്സ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയപ്പോൾ അവിടുത്തെ ഷോപ്പിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ക്രിസ്മസിൻ്റെയും ഹലോവിൻ്റെയും ഒക്കെ സംഭവങ്ങൾ തന്നെയാണ് എന്നും കാണിക്കുന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ എന്നും ഓരോ വെറൈറ്റി ഐറ്റംസ് ആവും അവിടെ, ഡിഫറെൻ്റ് ആയിട്ടുള്ളതാവും ഉണ്ടാവുക. അതാണ് ഞാൻ എന്നും ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇടുന്നത്. അപ്പം അതൊക്കെയാണ് പുറത്ത് പോയ വിശേഷങ്ങൾ. അപ്പം നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വിൻ്റർ സ്ലിപ്പേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിന്നറിനുള്ള റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് 4 ചിക്കൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മന്തി റൈസും അതുപോലെ അറബിക് റൈസും ഉണ്ടാക്കണം. പിന്നെ 4 തന്തൂരി ചിക്കനുമാണ്. അപ്പോൾ അത് 7 മണിയാകുമ്പോഴത്തേന് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല, അതുപോലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മന്തി റൈസ് 3 കിലോന് വെക്കുന്നുണ്ട്. അതുപോലെ അറബിക് റൈസ് 1 kg കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ടൈം ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ട് ഒനിയന് വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചിക്കനെല്ലാം വാഷ് ചെയ്തിട്ട് അതിലെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
ഇത് മന്തി മസാലയാണ്. അപ്പോൾ അത് പൊടിച്ചിട്ട് ആഡ് ചെയ്യാണ് ആദ്യം. അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ടാവും ഉണ്ടാക്കുക. ഞാനിതുപോലെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇത് ചിക്കൻ്റെ എല്ല് പീസാണ്. അതൊരു kg ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ചിട്ട് അത് ആഡ് ചെയ്യാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തന്തൂരി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ യോഗട്ട്, പിന്നെ കുറച്ച് കളറ് ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കനിലേക്ക് കുറച്ച് കളറും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മസാല ഒക്കെ നേരത്തെ റെഡിയാക്കിയിട്ട് ചിക്കനിൽ തലേ ദിവസമൊക്കെ നമ്മൾ തേച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തന്തൂരി മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ 2 ചിക്കനിലേക്ക് മസാല ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അലുമിനിയം ഫോയിലിൽ അതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമുക്ക് സമയം കുറവായത് കാരണം ഈ മസാല ഒക്കെ ചിക്കനിൽ പിടിക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇതാ 2-3 തവണയായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് നേരം വെച്ചാൽ വേഗം തന്നെ മസാല ഒക്കെ പിടിച്ച് കിട്ടും നമുക്ക്. അപ്പോൾ 2 ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചിക്കന് ഞാൻ എടുക്കണില്ല കേട്ടോ. ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് അരിയും ചിക്കനും ഒക്കെ ഒരുമിച്ച് വേവിക്കുകയാണ്. അപ്പോൾ വെള്ളം ഇനി ആവശ്യമുള്ളത് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഇനി അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനിലേക്കും കൂടി മസാല തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കന് ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. താഴെ ഷോപ്പിൽ തന്തൂരിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോക്ക് കേട്ടോ. അപ്പോൾ വെള്ളം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ലെമൺ ഇടാൻ മറന്നിരുന്നു. അപ്പോൾ ലെമണും കൂടിയിട്ട് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലെമൺ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്നുകൂടി തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കഴുകി വാര വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. ബസ്മതി റൈസ് തന്നെയാണ് കേട്ടോ അവിടെ ഉപയോഗിക്കുന്നത്.
ഇനി നമുക്ക് ചോറ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചോറ് പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചുകൂടി വറ്റാനുണ്ട്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു തരിയും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ചുവപ്പ് കച്ചമ്പറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വിനീഗറിൻ്റെ കച്ചമ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് അവർക്കുള്ളത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളകാണ്, വലിയ പച്ചമുളക്, അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അറബിക് റൈസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് മാത്രമേ കുക്കായി കിട്ടാനുള്ളൂ. അപ്പോൾ ചിക്കന് താഴെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കന് തന്തൂരിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിക്കന് നമുക്ക് ടൈമൊക്കെ കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കനിൽ മസാല പിടിച്ച് കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അലുമിനിയം ഫോയിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊന്ന് പെട്ടെന്ന് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ മസാലയൊക്കെ വേഗം പിടിച്ച് കിട്ടും. അപ്പോൾ അത് അടുത്തതും തന്തൂരിയിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ താഴെ തന്തൂരിയിലാണ് കേട്ടോ, ഞങ്ങളുടെ ഷോപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അവർക്കുള്ള റൈസ് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു സൈഡിൽ മന്തി റൈസും ഒരു സൈഡിൽ അറബിക് റൈസും കൂടിയിട്ടാണ് വെക്കുന്നത്. എല്ലാം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ളത് പാക്ക് ചെയ്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ അതുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ തന്തൂരിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് സെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.